ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സാധനം കേട്ടോ. നമ്മൾ മുഖം കാണിച്ചുകൊണ്ടുള്ള ആദ്യത്തെ വീഡിയോ കേട്ടോ, ഇൻട്രോ എടുക്കുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ മീൻപിടുത്തം തുടങ്ങിക്കൊണ്ടാണ് ഇൻട്രോ എടുക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് തന്നെ നമ്മൾ മുഖം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ആയതുകൊണ്ട് നമ്മൾ പുതിയ റോഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റോഡിൽ അത്യാവശ്യം നല്ല ഹെവി വരാൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം റോഡ് ഏതാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഫോസിൽ എന്ന് പറയുന്ന കമ്പനിയുടെ സേവേജ് മോഡൽ റോഡാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം. നമുക്കതിൽ കയറിയേക്കുന്ന 2 വരാലിനെ കാണാം. അത്യാവശ്യം ഹെവി വരാലാണ് കേട്ടോ. ഈ വരാൽ കയറിയേക്കുന്ന ലൂക്കാനയുടെ ചീറ്റോ എന്ന് പറയുന്ന മോഡൽ ഫ്രോഗിലാണ് കേട്ടോ. ഉണ്ടോ, അത്യാവശ്യം ഹെവി വരാലാണ് കേട്ടോ കയറിയേക്കുന്നത്. ഉണ്ടോ, റോഡിൻ്റെ ഡീറ്റെയിൽസും ഈ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ പറയുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ആദ്യത്തെ മീൻ കേട്ടോ, ആദ്യത്തെ ഒരു ചെറിയ മീനാണ് അടിക്കുന്നത്. പിന്നെ നമ്മൾ റിലീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ വീഡിയോക്കകത്ത് കാണിക്കും കേട്ടോ. ആദ്യം തന്നെ ഒരു നല്ല കാര്യം ചെയ്തിട്ട്, നല്ല കാര്യം വെച്ചാൽ ഇതിനെ പിടിക്കുന്നതെന്ന് അത്ര ഒരു നല്ല കാര്യമൊന്നുമല്ല, പക്ഷേ റിലീസ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആക്കാമെന്ന് വെച്ചുകൊണ്ട് ആദ്യം ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് മീൻ അടിക്കുന്നുണ്ട്, ഇവിടെ നിന്നാണ് അടിക്കുന്നത്. അപ്പോൾ കണ്ട് അവിടെ നിന്ന് മീനടിച്ച് ഹുക്കപ്പായിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ സൈസ് വരാല കേട്ടോ. ഈ മീനടിച്ചേക്കുന്ന ഫ്രോഗ് ഹാംസ്റ്റർ എന്ന് പറയുന്ന കമ്പനിയുടെ ഗോട്ട് എന്ന് പറയുന്നൊരു മോഡൽ ഫ്രോഗാണ് കേട്ടോ. സിംഗിൾ സ്പിന്നറാണ് വരുന്നത്. 9 ഗ്രാം വെയിറ്റ് വരുന്നത്. ഒരു ആവറേജ് ഫ്രോഗ്. എനിക്ക് എത്ര അങ്ങ് ഇതായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല ഫ്രോഗാണ്. പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അടുത്ത ഒരു ഹെവി വരാല കേട്ടോ. 1 kg പ്ലസ് വെയിറ്റ് വരുന്നൊരു വരാലാണേ. അപ്പം ഇച്ചിരി വൈഡ് ക്യാം ആയതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല, എന്നാലും നമ്മൾ സൂമിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സൂം ചെയ്തേക്കുന്ന വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ആരോ ഇട്ടേക്കുന്നതിൻ്റെ അവിടെയാണ് ഫ്രോഗ് വീണത്. ഡിഡ്രൈവ് ആയിട്ട് വരുന്നു. ആ പുല്ലിൻ്റെ ഇടയ്ക്ക് ഒന്ന് അടിച്ച്. ഇതൊരു പാടമാണ്. ഇപ്പോൾ നിറച്ച് പുല്ലായതുകൊണ്ട് മീൻ കയറി വരാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. അതുകൊണ്ടാട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് കുറച്ച് ഡിഡ്രൈവ് ഞാൻ എഡിറ്റ് ചെയ്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള പുല്ലാണ് ഇവിടെ. അപ്പോൾ ആ പുല്ലിനകത്തൂടെ ഞാൻ മീനെ വലിച്ച് പറിച്ചെടുത്തത് കണ്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നു, ആ റോഡിൽ തന്നെ ഞാൻ ആ മീനെ ലിഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റുള്ള മീനാട്ടോ അത്. അപ്പം ആ റോഡിൽ തന്നെ ലിഫ്റ്റ് ചെയ്തെടുത്ത് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ കയറി പോകുന്നു കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ റോഡിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേനും 46 ഗ്രാം വെയിറ്റ് വരുന്നുള്ളൂ. അപ്പം അത്രയും ലൈറ്റ് വെയിറ്റ് ആട്ടോ ഇത് റോഡ്. ഞാൻ എൻ്റെ റീല് അത് കയറ്റിയിട്ട് റീലിൻ്റെ വെയിറ്റ് അല്ലാതെ റോഡിനൊരു വെയിറ്റും തോന്നിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇതിൽ വരുന്ന ബ്രൈഡിൻ്റെ LB വരുമ്പോഴത്തേന് 28 LB വരെ നമുക്ക് ഇതിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ 6 ഫീറ്റും 6.6 ഫീറ്റും 7 ഫീറ്റും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു റോഡാണ് കേട്ടോ. അതപ്പോൾ അത്യാവശ്യം വലിയ വരാലായതുകൊണ്ട് നമുക്കൊന്ന് തൂക്കി നോക്കാം. നമ്മൾ വെയിറ്റ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. 0 തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലും മീനെ തൂക്കലൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ പിടിച്ചേക്കുന്ന ആംസ്റ്ററിൻ്റെ ഗോട്ടെ തന്നെയാണ് കേട്ടോ. ആംസ്റ്റർ എന്ന് പറയുന്ന കമ്പനിയുടെ ഗോട്ട് എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. ആണാവോ 135 ഏറ്റോ 1 കിലോ 135 ഗ്രാം മതി. 135 എന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസ് വരാൽ തന്നെയാണ് കേട്ടോ. അപ്പം ആ മീനെ നമ്മൾ ആ റോഡിൽ ലിഫ്റ്റ് ചെയ്ത് കയറ്റിയേക്കുന്നത് കേട്ടോ. ഇവിടെ ക്യാമറ ഓണായി വന്നപ്പോഴത്തേനും ഇതായി പോയതാണ് കേട്ടോ. സ്ട്രൈക്ക് മിസ്സായി പോയതാണ്. ഇതും ഗോട്ടയിൽ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ വരാല കേട്ടോ. അപ്പം ഇത് പ്രശ്നം കൊണ്ടാവും. ഇതിപ്പം വലിച്ചെടുക്കാൻ ഒത്തിരി സമയം എടുക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മളിവിടെ. പുല്ലായതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ഒരു നാടൻ വരാല കേട്ടോ. ഒരു പ്രത്യേകതരം നാടൻ വരാൽ. ഇതാട്ടോ നമ്മുടെ ഫ്രോഗ് കേട്ടോ, ഹാംസ്റ്ററിൻ്റെ ഗോട്ട്. അപ്പോൾ തന്നെ ഇതാട്ടോ നമുക്ക് അടിച്ചേക്കുന്ന 3ാമത്തെ മീൻ. ഹാംസ്റ്ററിൻ്റെ ഗോട്ടിൽ തന്നെ അതും കയറിയേക്കുന്നത്. ഫ്രോഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ആവറേജ് ഫ്രോഗ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോച്ചയിൽ ഉടക്കുന്നുണ്ട്. ഫ്രോഗിൻ്റെ സോഫ്റ്റ് റബ്ബർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഉടക്കുന്നത്. പിന്നെ ചില സമയത്ത് ഹുക്കപ്പിൻ്റെ പ്രശ്നവും വരുന്നുണ്ടായിരുന്നു. അതൊക്കെയുള്ളൂ ഇതിൻ്റെ നെഗറ്റീവ് പറയാനായിട്ട്. പിന്നെ നല്ല റിസൾട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു മീൻ അടിക്കുന്നുണ്ട്. യെസ്, ഫിഷ് ഓൺ. ഒരു ചെറിയ സൈസാണ് കേട്ടോ. കറക്റ്റായി എൻ്റെ സ്ട്രൈക്ക് കാണത്തില്ല. ഒരു ചെറിയ സൈസ് മീനാണ് കേട്ടോ, ചെറിയ വരാല. സാധാരണ നമ്മൾ റിലീസ് ചെയ്യുക ചെയ്യാറ്, പക്ഷേ ഇതിനെ റിലീസ് ചെയ്തില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇത്രയും ഡാമേജ് ഇച്ചിരി കൂടുതലായിരുന്നു, അതുകൊണ്ട് റിലീസ് ചെയ്തില്ല. ഹാംസ്റ്ററിൻ്റെ കൂട്ട് തന്നെ കേട്ടോ. ഇതിപ്പോൾ ഈ ഫ്രോഗിൻ്റെ വലിയ റിവ്യൂ വീഡിയോ ഒന്നും അല്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം വീഡിയോ ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഹാംസ്റ്ററിൻ്റെ കോട്ടയിൽ അടുത്ത മീൻ കേട്ടോ. ഒരു
ഇടത്തരം വരാല കേട്ടോ. അതുകൊണ്ടല്ല ഈ പുല്ല് ഇത്ര ഉള്ളതുകൊണ്ട് ഒത്തിരി നേരം എടുക്കും ഡ്രൈവ് ചെയ്ത് കയറി വരാൻ. അതുകൊണ്ട് അത്യാവശ്യം വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോഡ് കണ്ടല്ലേ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ആക്ഷനിലാണ് കേട്ടോ കയറി വരുന്നത്. ഹെവിയാണ് റോഡിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ആക്ഷനോടെയാണ് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ വേണ്ട ഇതാട്ടോ വരാല്, ഒരു ഇടത്തരം സൈസ് ഇതാട്ടോ കൂട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് സൈസ് കുഴപ്പമില്ല, എടുക്കാവുന്ന സൈസ് കേട്ടോ. നമ്മൾ ഈ സൈസൊക്കെ എടുക്കാറുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഗോട്ടലടുത്ത് മീൻ അടിക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് സ്ട്രൈക്ക് വീഡിയോയിൽ കിട്ടത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൊക്കത്തിൽ പുല്ല് നിൽക്കുന്നതുകൊണ്ട് സ്ട്രൈക്ക് കാണത്തില്ല കേട്ടോ. ഈ മീൻ നേരെ അതുകൊണ്ട് നേരെ പുല്ലിനകത്ത് കയറി ഉടക്കം കേട്ടോ. അവസാനം ഞാൻ ഇറങ്ങിയെടുക്കുമായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇവിടെ കട്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ വരാല്, ഇത് കണ്ടോ ഗോട്ടായിട്ട് ഇരിക്കുന്നത്. കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ ഗോട്ടായിരിക്കുന്നത്. നമ്മൾ ആ പുല്ലിനകത്ത് നിന്ന് ഇറങ്ങിയെടുത്ത് കേട്ടോ അവനെ. അത്യാവശ്യം സൈസുണ്ട്, ഒരു 3/4 കിലോ സൈസുള്ള വരാല കേട്ടോ. ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ കേട്ടോ. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ലൂക്കാനയുടെ ചീറ്റോ എന്ന് പറയുന്ന മോഡൽ ഫ്രോഗ് കേട്ടോ. ഒരു പഴയ മോഡലാണ്, ഒരു വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അതിലടിച്ച് കയറിയേക്കുന്ന അത്യാവശ്യം പകുതി കൂടുതൽ വരാലും 1 kg പ്ലസ് കേട്ടോ. 1 കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് വരുന്ന വരാൽ തന്നെയാണ്. അപ്പോൾ ചീറ്റ ഫ്രോഗിലെ ഫസ്റ്റ് സ്ട്രൈക്ക്. ഇത് ശരിക്കും ഒരു പാടമാണ്, അഥവാ ഒരു കണ്ടമാണ് കേട്ടോ. ഇവിടെ ഈ വർഷങ്ങളായിട്ട് കൃഷിയൊന്നും ഇല്ലാതെ ഈ വെള്ളം കയറുമ്പോഴത്തേനും ഇതിനകത്തോട്ട് കയറി വരുന്ന മീനുകളാണ്. വർഷങ്ങളായിട്ട് ഇതിനകത്ത് കിടക്കുന്നുമുണ്ട്, ഇതിനകത്തൊന്നും അങ്ങനെ വെള്ളം വറ്റി പോകാറില്ല. ആ മീനൊക്കെ കേട്ടോ ഈ അടിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാട്ടോ ലൂക്കാനയുടെ ചീറ്റ ഫ്രോഗ്. ഇതിൻ്റെ ടെയിലൊക്കെ ഞാൻ ഊരിക്കളഞ്ഞ കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചീറ്റയിൽ രണ്ടാമത്തെ മീൻ അടിക്കുന്ന വീഡിയോ കേട്ടോ. ഇതിൽ സ്ട്രൈക്ക് ചെയ്ത് പുല്ലിനിടയ്ക്ക് കയറി അടിക്കുന്നതുകൊണ്ട് സ്ട്രൈക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, ഒരു അനക്കം മാത്രമേ ഉള്ളൂ. ഹുക്കപ്പിൻ്റെ അവിടെ നിന്ന് മുതലാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്, നല്ല വീഡിയോ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള പുല്ലാണ് കേട്ടോ. ഈ മീൻ അടിച്ചിട്ട് നേരെ പുല്ലിനകത്തോട്ട് നേരെ കുത്തുന്നു. പിന്നെ നമ്മൾ ഈ റോഡിൽ തന്നെയാണ് കേട്ടോ അത്യാവശ്യം ഹുക്കപ്പ് ചെയ്തെടുക്കുന്നതും ഈ മീനെ ആ ഉടക്കിൽ നിന്നൊക്കെ വലിച്ച് പറിച്ചിങ്ങ് എടുക്കുന്നതൊക്കെ. റോഡാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് തരുന്നുണ്ട് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് കയറി പോരുന്നത്. വലിയ ഉടക്കൊക്കെ ആണെങ്കിലേ ഉള്ളൂ ഞാൻ ഇറങ്ങി എടുക്കുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡിൻ്റെ കണ്ടീഷൻ അത്ര പോരാ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും റോഡിൻ്റെ ലൈഫ് വരുന്നത് കേട്ടോ. ചെറിയ ഉടക്കൊക്കെ വലിച്ച് പറിച്ചെടുക്കുന്ന പോലെ അല്ലല്ലോ, ഒത്തിരി ഹാർഡായിട്ടുള്ള ഉടക്കൊക്കെ ഇങ്ങനെ വലിച്ച് പറിച്ചെടുക്കുന്നത്. ഇത് കണ്ട റോഡിൻ്റെ അത്രയും വലിപ്പമുള്ളത് സെറ്റ്. ഈ വലിപ്പം വെച്ച് മീനിൻ്റെ വലിപ്പം ഒന്ന് കണക്ക് കൂട്ടാമല്ലോ. ഇതുണ്ടോ ഹെവി ഐറ്റം എന്ന് പറഞ്ഞാൽ ഹെവി ഐറ്റം. യെസ്, അപ്പോൾ ആ സെയിം സ്പോട്ടിൽ നിന്ന് തന്നെ അതേ ദിവസം തന്നെ മൂന്നാമത്തെ മീൻ കേട്ടോ. ആ സെയിം സ്പോട്ടിൽ നിന്ന് പറഞ്ഞാൽ അടിച്ച് കയറി ഒരു കാസ്റ്റ് ചെയ്ത് പിന്നെ രണ്ടാമത് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അടുത്തത് ഒരു ഹെവി അടിക്കുന്ന കേട്ടോ. ഇപ്പോൾ കിട്ടിയേക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഹെവി ആട്ടോ. അപ്പം അതിൻ്റെ സ്ട്രൈക്ക് ഒന്ന് കാണാം നമുക്ക്. എൻ്റെ പൊന്നി ഇങ്ങോട്ട് വാ. ഉയ്യോ അത് ചെളിക്കാത്ത കയറി കേട്ടോ. അത് ഹെവി സാധനമാണ്, നമുക്ക് പോയി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ അതൊരു പാടമായതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോയി എടുക്കുക കേട്ടോ. ഇത് നല്ല ഹാർഡ് പുല്ലാണ്. അപ്പോൾ ഇത് അകത്തോട്ട് കുത്തി കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വലിച്ച് ഒന്നെങ്കിൽ ബ്രൈഡ് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ നമ്മുടെ റോഡിനെല്ലാം ഡാമേജ് വരിക എന്നേ ഉള്ളൂ. എൻ്റെ പൊന്നി ഇങ്ങനെയൊക്കെ വരുമ്പോൾ കഴിവതും നമ്മൾ അതിൻ്റെ ഗ്രിപ്പർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ കൈകൊണ്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയിട്ട് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നേ. അപ്പോൾ നല്ല വേദന കേട്ടോ അത്. അപ്പോൾ ഗ്രിപ്പർ ഇട്ട് തന്നെ കഴിവതും പിടിക്കാൻ നോക്കുക. ഗ്രിപ്പർ ഇട്ടാൽ തന്നെ ഇത് പിടച്ച് പോകാനുള്ള സാധ്യത കേട്ടോ. അയ്യോ
ഇത് നോയിക്കേ. ഓ അത് കൂട്ടി രണ്ടെണ്ണം അടിച്ച് കയറിയേക്കുന്നേ. എൻ്റെ പൊന്നി. ഓ ഇത് കേട്ടോ, ഹെവി ഐറ്റം, ഹെവി. അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ വെയിറ്റ് വന്ന് തൂക്കി നോക്കാം കേട്ടോ. അപ്പോൾ കഴിച്ചേ നമുക്ക് അടിച്ചേക്കുന്ന മീൻ കിടക്കുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കാവേ. പൂജയായിട്ടുണ്ട്. നമുക്ക് ഗ്രിപ്പർ അങ്ങ് ഊരാം. കാണാവോ, 425 ഗ്രാമുണ്ട്. 1 കിലോയും 425 ഗ്രാമും. എൻ്റെ പൊന്നി. അടുത്ത 1 kg വരുന്നൊരു വരാലടിച്ച കേട്ടോ. അത്യാവശ്യം സൈസ് ഒരു വരാലായിരുന്നു. നമ്മുടെ ഈ വീഡിയോയുടെ ക്വാളിറ്റി ചെറിയൊരു മടുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോ ഡിലീറ്റ് ആയിട്ട് പിന്നെ റീസ്റ്റോർ ചെയ്തെടുത്ത ആ സ്ട്രൈക്ക് കണ്ടോ, അവിടെ ഇളക്കി മറിച്ച വെച്ചാൽ വീഡിയോ ക്വാളിറ്റി കുറവായതുകൊണ്ട് കാണത്തില്ല. ശരിക്കും ആ ഭാഗം മുഴുവൻ ഇളക്കി മറിച്ചാണ് മീൻ അടിച്ചത്. പക്ഷേ ആ മീനിൻ്റെ കയ്യിൽ നിന്ന് മിസ്സാകും കേട്ടോ. അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റിട്രൈവ് ചെയ്തിട്ട് വീഡിയോ സ്റ്റോപ്പ് ആക്കാതെ വീണ്ടും ഞാൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് അടിക്കും. അത് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യുന്നത് ലൂക്കാനയുടെ ചീറ്റോ എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു കിട്ടുന്ന ഫ്രോഗ് കേട്ടോ. നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത് അടിക്കുകയെ. യെസ്, അടിച്ചു. അയ്യോ, ഇങ്ങോട്ട് പോകും. ജസ്റ്റ് നോക്കിയാൽ കാണാം ഒരു പുള്ളി പോലെ കണ്ടോ. അയ്യോ, ഇങ്ങോട്ട് പോകുന്നു മൈക്ക്. യെസ് യെസ് യെസ്. എൻ്റെ പൊന്നെ, ഇവൻ കയറി വരും തോന്നില്ല. എൻ്റെ പൊന്നെ, ഞാൻ എടുക്കേണ്ടി വരുമോ? ഈശ്വര, കിട്ടി കയറി വാ. അതുകൊണ്ട് ഈ മീനൊക്കെ ഉടക്കിയിട്ട് ഞാൻ അത്യാവശ്യം ലോഡ് കൊടുത്ത് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലോഡ് വരുന്ന മാത്രമേ ഉള്ളൂ ഞാൻ ഇറങ്ങിയെടുക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. ഞാനൊരു 3-5 ദിവസം ഉപയോഗിച്ചിട്ടും വലിയ കുഴപ്പമൊന്നും തോന്നിച്ചില്ല. ആക്ഷൻ ഹെവി ആണെങ്കിൽ തന്നെയും അത്യാവശ്യം ചെറിയ മീനിനൊക്കെ നമുക്ക് ആക്ഷൻ കിട്ടുന്നുണ്ട്. വലിയ മറ്റേ വടി പോലെ നിൽക്കത്തില്ല സാധനം. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ അതിലാണ് തൂക്കിയെടുത്തേക്കുന്നത്. എന്നിട്ടും റോഡ് നമുക്ക് വേണ്ടി വഴങ്ങി തരിക. അത്യാവശ്യം ക്വാളിറ്റിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോഗ് ലൂക്കാനയുടെ ചീറ്റോ ഫ്രോഗ് കേട്ടോ. 12 ഗ്രാം ഐറ്റം. ആ അടുത്തെങ്ങാണ്ട് വെയിറ്റ് വരുന്നത് കറക്റ്റ് ഓർക്കുന്നില്ല. ഇതാട്ടോ നമ്മുടെ ഫ്രെയിമിൽ നിന്ന് ഇച്ചിരി പൊങ്ങിപ്പോയായിരുന്നു മീൻ അത്യാവശ്യം വലിപ്പമുണ്ട്. 1 kg പ്ലസ് വലിപ്പമുണ്ട്. ഈ മീൻ അടിച്ച ടൈമിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ മെഷീൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ തൂക്കി കാണിക്കാത്ത. അന്ന് ഈ മീൻ ഇതിൻ്റെ കൂടെ കിട്ടിയ മീനുമൊക്കെ നമ്മൾ വഴി തന്നെ സെയിലാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ മീൻ അടിച്ചേക്കുന്ന ലൂക്കാനയുടെ ചീറ്റോ എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. 12 ഗ്രാം അടുത്തെങ്ങാണ്ടാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ആ ചീറ്റോ ഫ്രോഗ് തന്നെ അടുത്ത മീൻ കേട്ടോ. ഇതിൻ്റെ സ്ട്രൈക്കോ ഹുക്കപ്പൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. മീൻ അടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലൈ ചെയ്തത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സൈസ് മീനാണ് കേട്ടോ. ഈ ഫ്രോഗിന് അത്യാവശ്യം നല്ല ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്. ചെറിയ മീനാണെങ്കിലും അത്യാവശ്യം വലിയ മീനാണെങ്കിലും മിസ്സാകത്തില്ല 100% ഉറപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റിയും. അപ്പോൾ ഇതാട്ടോ ലൂക്കാനയുടെ നെയിം കണ്ടോ. ഹുക്കപ്പ് കണ്ടോ, കിട്ടുന്ന ഹുക്കപ്പ്. ഒരു ഇടത്തരം സൈസ് മീനാണ് കേട്ടോ. ഇനിയുള്ള നമ്മുടെ ആംസ്റ്ററിൻ്റെ ഫ്രോഗിൽ 2 മീൻ മിസ്സാവുന്ന വീഡിയോ കേട്ടോ. ആദ്യത്തേത് സ്ട്രൈക്ക് കിട്ടുന്നില്ല, രണ്ടാമത്തേത് സ്ട്രൈക്കായിട്ട് മിസ്സാവുക കേട്ടോ ചെയ്യുന്നത്. അത് ഹുക്കപ്പിൻ്റെ പ്രശ്നമാണ്. അതാണ് 2-3 അങ്ങനെ പറ്റിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രോഗിന് ഹുക്കപ്പിന് പ്രശ്നമുണ്ടെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളിൽ നിന്ന് സപ്പോർട്ടാണ് എൻ്റെ അടുത്ത വീഡിയോയിലേക്കുള്ള പ്രചോദനം. ഇതൊരു കുഞ്ഞു വരാൽ ഗോട്ടയിൽ അടിച്ചിട്ട് മിസ്സാവുന്ന എൻ്റെ വീഡിയോ കേട്ടോ. അപ്പം ഇതോടെ നമ്മൾ വീഡിയോ നിർത്തുവാണേ. ഓക്കെ, ബായ്.